സാധാരണക്കാരുടെ അടുക്കളകളിൽ ഏറ്റവും വലിയ ചിലവ് വരുന്ന ഒരു ബില്ലാണ് LPGയുടേത്. ഈ ഓഗസ്റ്റ് 16-നകം EKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ ബില്ല് തന്നെ വന്നേക്കും. കൃത്യസമയത്ത് EKYC പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ നിരക്കിൽ വാങ്ങേണ്ടി വരികയും ചെയ്തേക്കാം. നമ്മുടെ അടുക്കളകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന അത്യന്താപേക്ഷിതമായ ഒന്നാണ് LPG സിലിണ്ടറുകൾ. സാധാരണക്കാരുടെ അടുക്കളകളിൽ ഏറ്റവും വലിയ ചിലവ് തരുന്ന ഒരു ബില്ലാണിത്. ഈ ഓഗസ്റ്റ് 16-നകം EKYC പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. കൃത്യസമയത്ത് EKYC പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ നിരക്കിൽ വാങ്ങേണ്ടി വരികയും ചെയ്തേക്കും. ഇതിനായി ഓഗസ്റ്റ് 16 വരെ മാത്രമാണ് സമയമുള്ളത് എന്ന് കാണിച്ച് ഇന്ത്യൻ ഗ്യാസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കൾ ഇന്ത്യൻ ഓയിൽ 1 മൊബൈൽ ആപ്പ് വഴിയോ ഡിസ്ട്രിബ്യൂട്ടർ ഏജൻസി സന്ദർശിച്ചോ സിലിണ്ടർ വിതരണത്തിനെത്തുന്ന ഡെലിവറി ജീവനക്കാർ മുഖേനയോ ഇത് പൂർത്തിയാക്കേണ്ടതാണ്. ഇന്ത്യൻ ഭാരത് ഗ്യാസ് HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി EKYC ചെയ്യാം. ആദ്യം ഇതിനായി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഏതെന്ന് കണ്ടെത്തി സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആപ്പിലേക്ക് കയറാം. രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP നൽകി വിവരങ്ങൾ ഉറപ്പുവരുത്താം. ഇന്ത്യൻ ഉപഭോക്താക്കൾ തങ്ങളുടെ 16 അക്ക LPG ID നൽകി അക്കൗണ്ട് ബന്ധിപ്പിക്കണം. ഭാരത് ഗ്യാസ് HP ഗ്യാസ് ആപ്പുകളിൽ ഇതിനുള്ള ഓപ്ഷൻ നേരിട്ട് ലഭ്യമാണ്. ശേഷം EKYC ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിബന്ധനകൾ അംഗീകരിച്ച ശേഷം ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഫേസ് ഒതന്റിഫിക്കേഷനായി പെർമിഷൻ നൽകണം. ആധാർ ഫേസ് RD ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്നതോടെ EKYC പ്രക്രിയ പൂർത്തിയാകും. ഓഗസ്റ്റ് 16-നകം EKYC പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടമാവുക മാത്രമല്ല ഗാർഹിക സിലിണ്ടറുകളുടെ വാണിജ്യ നിരക്കിൽ വാങ്ങേണ്ടി വരികയും ചെയ്തേക്കും. ന്യൂസ് ഡെസ്ക് Zee മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.